ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ആലുവ മണപ്പുറം. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ബലിതർപ്പണം ആരംഭിക്കും. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. 100 രൂപയാണ് ബലിതർപ്പണ ഫീസായി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും ഉണ്ടാകും. സുരക്ഷയ്ക്കായി 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ആലുവ മണപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആലുവ മണപ്പുറമാണ്. അവിടെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, സുരക്ഷ വിശദാംശങ്ങൾ എന്താണ് അർജുൻ മട്ടന്നൂർ? റിജിത്ത്, ശ്രുതി, മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രത്യേക ചടങ്ങുകളും ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവ മണപ്പുറം തന്നെയാണ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നത്. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണം തുടങ്ങുന്നത്. നാളെ ഉച്ചവരെ ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ 3 ദിവസവും ബലിതർപ്പണം നടത്താൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അതായത് ചൊവ്വാഴ്ച വാവുബലി ആണ്, അതുകൊണ്ട് തന്നെ അന്നും തർപ്പണം നടത്താം. അത്തരത്തിൽ 3 ദിവസം ബലിതർപ്പണത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ നിരവധി വിശ്വാസികൾ, അതോടൊപ്പം തന്നെ നിരവധി പേർ ബലിതർപ്പണത്തിന് വേണ്ടി ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്തരത്തിൽ രാത്രി പ്രത്യേക പൂജകളടക്കമുണ്ട്. ശിവരാത്രി പൂജയ്ക്ക് ശേഷം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിക്കുക. നാളെ ഉച്ചവരെ തർപ്പണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രത്യേക സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അധിക മെട്രോ സർവീസുകൾ, അതോടൊപ്പം തന്നെ KSRTCയുടെ അധിക സർവീസുകൾ, റെയിൽവേയും പ്രത്യേക സ്റ്റോപ്പുകളും മറ്റും അനുവദിച്ചിട്ടുമുണ്ട്. 1500-ലധികം പോലീസുകാരാണ് മണപ്പുറത്ത് മാത്രം നിയോഗിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുങ്ങൽ വിദഗ്ധരടക്കം നിയോഗിച്ചിട്ടുമുണ്ട്. നമുക്ക് കാണാൻ നിരവധി വിശ്വാസികളടക്കം. ചേട്ടാ, ഇവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്, പറവൂരിൽ വരുന്നത്. എല്ലാ തവണയും ഇവിടെ തന്നെയാണ് വരാറുണ്ട്. തുടങ്ങിയിട്ടില്ല, കുറച്ച് തിരക്കാവും. അതെ. റിജിത്ത്, എങ്ങനെയാണ് ഇപ്പോൾ? രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കായി വരുന്നതേ ഉള്ളൂ. അല്പസമയം കഴിയുമ്പോഴേക്കും വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും വിശ്വാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്നാണ് വരുന്നത്? ചെങ്ങമനാട്. എല്ലാ വർഷവും ഇവിടെ വരാറ്? എല്ലാ വാവിനും വരും. എല്ലാ വാവിനും റിജിത്ത്, എങ്ങനെയാണ്? എന്തായാലും വിശ്വാസികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി അടക്കം വലിയ ക്രമീകരണങ്ങളാണ് ആലുവ മണപ്പുറത്തടക്കം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ബലിതർപ്പണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാളെ ആയിരിക്കും ഔദ്യോഗികമായി ബലിതർപ്പണം നടക്കാൻ പോകുന്നത്. ശരി, പിതൃപുണ്യം തേടി ബലിതർപ്പണ ചടങ്ങുകൾക്കായി 10,000-ങ്ങളാണ് ആലുവ മണപ്പുറത്തേക്ക് വരുന്ന മണിക്കൂറുകളിൽ എത്തുക. എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അർജുൻ മട്ടന്നൂർ മണപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.